എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അപർണ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ മെസ്സേജ് കണ്ടു, സിംഗിൾസിനായിട്ട് നമ്മൾ റീഡിംഗ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾസിൻ്റെ റീഡിംഗ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. സിംഗിൾസ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റീഡിംഗ്. സ്പെഷ്യലി അപർണ എന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ സെയിം എനർജി ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് റെസനേറ്റ് ആയിട്ട് വരും. അങ്ങനെയുള്ളവർ ഇത് പോസിറ്റീവായിട്ട് എടുക്കാം. മറ്റുള്ള ആൾക്കാർക്ക് ഇത് കണ്ടിരിക്കാം, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണ് റെസനേറ്റ് ചെയ്യുന്നത് അതിനെ മാത്രം സ്വീകരിക്കാം. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം സ്കിൽസ് ഉള്ള ഒരു ആളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു സ്പോട്ട് ലൈറ്റിലൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന എംബീഷ്യസ് ആയിട്ടുള്ള ഒട്ടും പേടിക്കാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്ക്. പബ്ലിക് സ്പീക്കിങ്ങിലും അങ്ങനത്തെ എല്ലാത്തിലും നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് ഒരുപാട് കഴിവുള്ള ഒരു ആളാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ചോദിച്ച മാതിരി സിംഗിൾസ് എന്നുള്ള റീഡിങ്, അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് ആ റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആയിട്ടുള്ള ആൾ വരുന്നത് എന്ന് നമുക്ക് സംശയം ഉണ്ടാകും. പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ സമയം ചിലവഴിക്കണം. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സന്തോഷം തരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ തൽക്കാലം നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കരിയർ, നിങ്ങളിൽ തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടൈം നോക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പ്രസൻ്റ്ലി നിങ്ങളുടെ സമയവും വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ ഒരുപക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തവുമായി ബന്ധപ്പെട്ടിട്ട് PG ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം പബ്ലിക് സ്പീക്കിംഗ് അങ്ങനത്തെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ കണക്ഷൻസും അങ്ങനത്തെ എല്ലാം മറന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു റൈറ്റ് ആയിട്ട് ഒരാളായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പാസ്റ്റായിട്ട് നിങ്ങളെപ്പോഴും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്ഷമിക്കാനൊരു മടി ഉള്ള ചില കാര്യങ്ങൾ, അത് ലവ് ലൈഫ് ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ലവ് ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകളായിട്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആരുടെയൊക്കെ ഒന്ന് ക്ഷമിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു. അടുത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഹൃദയത്തിനും അറിയാം, നിങ്ങൾക്കും അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ ഒരു ഗുഡ് ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നിങ്ങളുടെ ഇന്നലെ വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളിലും ക്ഷമിക്കുക, റിലീസ് ചെയ്യുക. കാരണം എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ നെക്സ്റ്റ് ഒരു ലവ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ സമാധാനപൂർണ്ണമായിട്ടൊരു ലൈഫ് നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ സോൾമേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ക്ഷമിച്ചേ മതിയാവുള്ളൂ. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേൾഡ്ലി കണക്ഷൻസിനൊക്കെ പറ്റിയ സമയമാണ്. പക്ഷേ അടുത്തെങ്ങും ഒരു പാർട്ട്ണർ, നിങ്ങൾ ലൈഫ് പാർട്ട്ണർ അടുത്തെങ്ങും ഒരു റീഡിങ് കാണുന്നില്ല. നിങ്ങൾക്ക് ഭാവിയിൽ അത് സംഭവിക്കും, പക്ഷേ അടുത്തെങ്ങും ആ ഒരു സിറ്റുവേഷൻ കാണുന്നില്ല. അതിന് ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നിങ്ങൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ സെറ്റാക്കുക, എന്നാൽ മാത്രമേ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. നമ്മുടെ ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ചില കർമ്മകളുണ്ട്, ആ ഒരു കർമ്മ ഫുൾ കഴിയാൻ നമുക്ക് അടുത്തിലേക്ക് പോകാൻ പറ്റില്ല. അത് തീർത്തേ പറ്റൂ. ആ ഒരു സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫിൽ നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം. പ്ലസ് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ, അത്ര ശുഭകരമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. മനസ്സിലൊരു വിഷമവും വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് വരും.
പക്ഷെ നിങ്ങൾ എന്തായാലും ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ വളരെ നിങ്ങളെ സന്തോഷവതിയാക്കി ഇരുത്താനായിട്ടുള്ള ഒരാൾ തന്നെ, നിങ്ങളെ സോൾമേറ്റ് നിങ്ങളെ കണ്ടെത്തും. എപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് റിലീസാവുന്നു അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സിന് മനസ്സിലാകുന്നത്. ഇനി ഇപ്പോൾ സിംഗിൾ റീഡിങ് ആയതുകൊണ്ട് നമുക്ക് നോക്കാം എപ്പോഴാണ് അവരുടെ ആ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരാൾ എപ്പോൾ വരും എന്ന് നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് മോർ ദൻ 1 മന്ത് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മോർ ദൻ 1 മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ സമയമെടുക്കും. നമുക്കിപ്പോൾ ഒരു ക്ലോക്കാണ് കാണിച്ചിരിക്കുന്നത്, അറിയാലോ 6 എന്നുള്ളതിന് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ 1 to 6 months എടുക്കും ആ ഒരു വ്യക്തിനെ കാണാൻ പോലും. പക്ഷെ അതൊരു ലവ് ഇതിലേക്ക് തരാൻ ഇനിയും സമയമെടുക്കും. അടുത്തെങ്ങും ഒരു ലവ് ലൈഫ് പെട്ടെന്ന് കാണുന്നില്ല. ഇനിയിപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് 1 മാസത്തിന് മുകളിൽ എത്തിയാൽ മാത്രമാണ് ആ ഒരു ദിശയിലേക്ക് നിങ്ങൾ എത്തുള്ളൂ. പക്ഷെ അത് പിന്നെയും ഒരു 6 മാസം വരെയൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ശരിയായിട്ടുള്ള സോൾമേറ്റ് നിങ്ങളിലേക്ക് എത്തിപ്പെടും എന്തായാലും. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ കടന്നു പോകേണ്ട ചില ഒരു പ്രോസസ്സ് ഉണ്ട്. സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലൊക്കെ പഠിക്കുക, നമ്മളുടെ സ്വയം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിന് അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ നടത്താനായിട്ടുണ്ട്. ആ കാര്യങ്ങൾ കഴിയുകയും നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ പൂർണ്ണമായും വിടുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ആ സോൾമേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയുള്ളൂ. ചിലപ്പോൾ 1 മാസമാവാം, 2 മാസമാവാം, 6 മാസമാവാം. പക്ഷേ അതിന് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സ്വയം സഹകരിക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നടക്കും. എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.